ഹലോ, നമസ്കാരം. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് രാവിലത്തെ ടൈമിംഗ് ആണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് ഇങ്ങനെ മഴയൊക്കെ പെയ്തിരുന്നു. നല്ല ഭംഗിയുള്ളൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ഒരു ചായ ഇടുകയാണ്. രാവിലത്തെ എനർജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചായ കുടിക്കുമ്പോഴല്ലേ ഒരു നല്ലൊരു എനർജി, അല്ലെങ്കിൽ കോഫി കുടിക്കുമ്പം ഇഷ്ടമുള്ള എന്താണോ അത്, അപ്പം അത് കുടിക്കുമ്പോഴല്ലേ ഒരു എനർജി. സാധാരണ എല്ലാവരും ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കും, പക്ഷേ എനിക്ക് ചായ കുടിക്കുമ്പോഴാണ് ഒരു സന്തോഷം. അപ്പോൾ രാവിലെ ചായയൊക്കെ ഇട്ടു. നല്ല സന്തോഷത്തോടെയുള്ള ഒരു ദിവസമാട്ടോ ഇന്ന്. കാരണം ചില ദിവസങ്ങൾ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് അല്ലേ, ഭയങ്കര സന്തോഷം തോന്നും ചില ദിവസങ്ങൾ. അപ്പം അങ്ങനെ ഒരു ദിവസമാട്ടോ ഇന്നെനിക്ക്. അപ്പം ഞാൻ രാവിലെ ചായയൊക്കെ ഒന്ന് കുടിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചു, പാല് കാച്ചി വെച്ചു. കുഞ്ഞുമക്കളൊക്കെ ഉണർന്ന് വരുമ്പോഴത്തേക്കും ഒക്കെ എല്ലാം ചെയ്ത് കൊടുക്കണമല്ലോ. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ മീനുകൾക്ക് അവർക്കുള്ള ഫുഡ് കൊടുക്കുക കേട്ടോ. അവരെന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ ഇതിലെ കൂടിയൊക്കെ നടന്നു പോകുമ്പോഴേ ഇവരെന്നെ ഇങ്ങനെ നോക്കും അവർക്ക് ആഹാരം കൊടുക്കാൻ. അപ്പോൾ ഇവർക്കുള്ള ആഹാരം കൂടെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്നത് രാവിലെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു കറി. അതിനകത്ത് ഞാൻ എടുത്ത ഉരുളക്കിഴങ്ങിനകത്തൊരു ചെറിയ കേടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു കറി വെക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കേടായ ഭാഗം കളഞ്ഞു. ബാക്കിയുള്ള ആട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയും എല്ലാം കൂടെ വഴറ്റി ചേർത്ത് ഒരു നല്ലൊരു കറിയാക്കാമെന്ന് ഓർത്തു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നമ്മുടെ എളുപ്പം തേങ്ങയായിരുന്നു കേട്ടോ. തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അതിനിടയ്ക്ക് എളുപ്പം തേങ്ങയല്ലേ, നല്ല തേങ്ങ വെള്ളമായിരുന്നു, അത് ഞാനങ്ങ് കുടിച്ചു. അപ്പോൾ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു. ഇനി തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമോടൊക്കെ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയായിക്കൊണ്ട് വരട്ടെ. ഇനി ഞാൻ നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇനി എല്ലാം വഴറ്റി റെഡിയാക്കി എടുക്കണം. വെളിച്ചെണ്ണയാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും കൂടിയൊക്കെ പറയാം കേട്ടോ. ഇപ്പോൾ രാവിലെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ എല്ലാവരും ഇതുപോലെ തന്നെ തിരക്കായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് സ്കൂളിൽ അങ്ങനെ പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാവകാശത്തിൽ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സാവകാശമാണ് കേട്ടോ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ വഴറ്റി കുക്കറിനകത്തോട്ട് തന്നെ ആട്ടോ ഇതെല്ലാം അങ്ങിട്ട് കുക്കർ അടച്ചു വെച്ചു. ഒത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ പരിപാടിയും കൂടെ അതിൻ്റെ ഇടയിൽ ചെയ്യുവാണ്. അപ്പോൾ രാവിലെ എല്ലാവരും ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും മടിയൊക്കെ ആയിരിക്കുമില്ലേ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ പിള്ളേർക്ക് ചപ്പാത്തിയാണ് ഏറ്റവും ഇഷ്ടം. അവർക്ക് 4 നേരം അല്ലെ 3 നേരം ചപ്പാത്തി കൊടുത്താൽ അവർ കഴിച്ചോളും. അത്രയ്ക്ക് ഹാപ്പി ആട്ടോ അവർ. ഇവിടെ രണ്ടാമത്തെ ആൾക്ക് ചപ്പാത്തി മാത്രം മതി കേട്ടോ. ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും കഴിച്ചോളും. പക്ഷെ അവന് ചപ്പാത്തി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ. മറ്റുള്ള അരി ആഹാരമൊക്കെ കഴിക്കാൻ വലിയ പാടാട്ടോ. അങ്ങനെയാണ് അവൻ്റെ കാര്യം. അപ്പം മക്കൾക്ക് എല്ലാവർക്കും ചപ്പാത്തിയൊക്കെ കൊടുത്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളോടൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. പണി നേരത്തെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാമല്ലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പണികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ചപ്പാത്തിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് മാവ് നമുക്ക് അധികം വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ ബാക്കി വന്ന മാവ് നല്ലൊരു കണ്ടെയ്നറിലാക്കി നല്ല ഭദ്രമായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ, കാറ്റ് കയറാത്ത വിധത്തിൽ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ എല്ലാം ഒന്ന് തുടച്ച് തന്നെ ഇടും. ഇനി ഉച്ചയ്ക്കത്തെ പരിപാടിക്ക് മുന്നേ തന്നെ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ളതിൽ പിന്നെയും നമുക്ക് ഒരുപാട് പണിയായിപ്പം. നമ്മൾ ചെയ്യുന്ന കാര്യം കൂട്ടി വെക്കാതെ അന്നേരം തന്നെ എല്ലാം ചെയ്ത് തീർത്താൽ ഒരു കുഴപ്പങ്ങളും ഇല്ല, ഒത്തിരി ജോലിഭാരം ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ ലിക്വിഡൊക്കെ കുറച്ച് നേർപ്പിച്ചാട്ടോ ലിക്വിഡ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ടൈറ്റാക്കി ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടവുമാകും, ലിക്വിഡ് ഒരുപാട് നമുക്ക് വേസ്റ്റായി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂട്ടി ഒഴിച്ചിട്ടാണ് നമ്മുടെ പ്രില്ല് ഞാൻ യൂസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഗ്ലാസ്സുകളെല്ലാം അങ്ങ് കഴുകി മാറ്റി വെക്കും, അതിന് ശേഷമുള്ളൂ ബാക്കിയുള്ളതൊക്കെ എല്ലാം വൃത്തിയാക്കാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ ഒരു ചെറിയ സ്മെല്ല് പോലൊക്കെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അത് ആദ്യം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തങ്ങ് മാറ്റി വെക്കും. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ ചെയ്യുന്നത്. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് കഴുകി മാറ്റി വെക്കുക കേട്ടോ. പാത്രം കഴുകിയതിന് ശേഷം ഞാൻ ആ സ്ക്രബ്ബറൊക്കെ ആണെങ്കിലും ആ സ്പോഞ്ചൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് തന്നെ ക്ലീൻ ചെയ്തങ്ങ് വെക്കും കേട്ടോ. അതിൽ സോപ്പ് പതയൊക്കെ ഉണ്ടെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇനി പാത്രങ്ങളൊക്കെ കഴുകണമെങ്കിൽ വീണ്ടും ഇത് സോപ്പ് ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് പറയും. പക്ഷേ എന്നാലും ഞാനത് ചെയ്യും. അങ്ങനെ രാവിലത്തെ പാത്രം കഴുകലും കഴിഞ്ഞു. ഇനി എനിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനിയും ഉച്ചക്കത്തേക്കുള്ളതും കൂടെ ഒന്ന് ചെയ്യണം. അതിന് മുന്നേ ഒന്ന് തുടച്ചുകൂടെ ഒന്നിട്ടേക്കാന്ന് ഓർത്ത്. നമ്മുടെ പരിസരത്ത് വരുന്ന കിളികളും ഒക്കെ ആട്ടോ ഇവർ ഈ ആഹാരമൊക്കെ കഴിച്ചിട്ടാട്ടോ പോകുന്നത്. നമുക്ക് ഈ കിളികളെയൊക്കെ നോക്കിയിരിക്കാൻ എന്ത് രസമല്ല, ഇവരുടെ ഓരോ പ്രവൃത്തികളും ഓരോ കാര്യങ്ങളും. ഇപ്പം ഇങ്ങനെ സ്വതന്ത്രമായിട്ട് പറന്ന് എത്ര ഹാപ്പി ആയിട്ട് അവർ നടക്കുന്നത് നോക്കി. എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ കിളികളൊക്കെ വരാറുണ്ട് കേട്ടോ. ഇനി ഞങ്ങളുടെ വീട്ടിൽ വരുന്ന വേറെ ഒരു അതിഥി ഉണ്ട് കേട്ടോ. ഇതാണ് ഓലഞ്ഞാലി കിളി, കണ്ടോ? ഇങ്ങനെ എപ്പോഴും അടുക്കളയുടെ അവിടെ വരും. നമ്മുടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പറന്നിങ്ങനെ നടക്കും കേട്ടോ. ഇങ്ങനെ വന്ന് എത്തി നോക്കിയിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ അങ്ങ് പോകും. ചിലപ്പോൾ ആരും ഇല്ലെങ്കിൽ വീടിനകത്തെല്ലാം കയറി ഇറങ്ങും ആൾ, എന്നിട്ട് അങ്ങ് തിരിച്ചു പോകും കേട്ടോ. നോക്കി നമ്മളിങ്ങനെ പിടിച്ച് വെക്കാതെ വീട്ടിൽ ഈ കൂട്ടിനകത്തിട്ട് വളർത്താതെ ഒരു കിളി ഫ്രീ ആയിട്ട് ഇവിടെ വീടിനകത്തൂടെ കയറി ഇറങ്ങുന്നൊന്ന് നോക്കിയേ, എന്ത് രസത കണ്ടോ. അവിടെ വെറുതെ ആളിരിക്കുക, അവൾക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ അവിടെ അങ്ങ് ഇരിക്കുക. ചിലപ്പോൾ ഞങ്ങൾ അരിയൊക്കെ ഇട്ട് കൊടുക്കും, അതൊക്കെ കഴിക്കും. പക്ഷെ നല്ല രസമാട്ടോ അവളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അതെ പിന്നെ എത്തിക്കുത്തി നോക്കി ഇനി ഇവിടുന്ന് പറന്ന് പോയിട്ട് ഇത് ഇവിടെയൊക്കെ വന്നിരിക്കും, മരത്തേലൊക്കെ കുറേ നേരമൊക്കെ ഇരിക്കും, അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ കിളിയൊക്കെ പോയി കുറച്ച് നേരം അങ്ങനെയൊക്കെ നോക്കി ഇന്ന്. ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടി തുടങ്ങി. നമ്മൾ വാഴക്കായില്ലേ, അങ്ങനെ ഒരു തോരൻ, ഏത്തക്കായല്ല, നമ്മൾ കറിക്കായില്ലേ, അങ്ങനെ ഒരു തോരനാട്ടോ വെക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പ് ഉച്ചക്കത്തേക്കുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പോൾ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാട്ടോ നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. ഭയങ്കര ഫാസ്റ്റാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അതുപോലെ ടേസ്റ്റും ആട്ടോ. നമുക്ക് ഇതെങ്ങനെ വെക്കുന്നതെന്നും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയാൽ പറ്റുമെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കാനും ശ്രമിച്ചോട്ടോ. മിക്സിയിൽ തേങ്ങായും വെളുത്തുള്ളിയും കൊച്ചു ജീരകവും ഒരു 2 പച്ചമുളക് കൂടി ഇട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി വന്ന കറിയൊക്കെ ഞാനടുത്ത് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കുവാണ്. ഇത് നമ്മൾ കുക്കറിനകത്താട്ടോ ഈ തോരൻ വെക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് എളുപ്പമാണ്, എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുക്കറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. നമ്മൾ നേർപ്പിച്ചെടുത്ത ലിക്വിഡാണ് ഇത്, കണ്ടോ? ഇത്രയും ആക്കിയെടുത്ത് കുറച്ചേ എടുത്തുള്ളൂ, അതിൽ ബാക്കി വെള്ളം ഡൈലൂട്ട് ചെയ്തെടുത്തിരിക്കുന്ന കേട്ടോ. അപ്പോൾ പാത്രം നമുക്ക് കുക്കറാണല്ലോ വേണ്ടത്. അപ്പോൾ കുക്കർ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഡയറക്റ്റ് ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കായൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തോരൻ്റെ പണിയങ്ങ് തുടങ്ങിയേക്കാം. പിന്നെ അതിനുശേഷം ഇനി എന്താണ് കറി വെക്കണം, നമ്മളൊരു ഡിസിഷൻ നേരത്തെ വേണം. നമുക്ക് എന്ത് കറി വെക്കണം ഉച്ചക്കത്തേക്ക് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്നൊക്കെ ഒരു കറി റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഉച്ചക്കത്തേക്ക് ഇനി എന്ത് ചെയ്യണമെന്നുള്ള അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സമയം പോകത്തേ ഉള്ളൂ. ഒന്ന് തലേ ദിവസമേ ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കറിയൊക്കെ റെഡിയാക്കി സമയത്ത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമെങ്കിലുമൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. അപ്പം അതുപോലെ കുറച്ച് ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നമ്മുടെ കിച്ചണിലോട്ടുള്ള രാവിലത്തെ വരവേ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് ഒന്ന് ഇറങ്ങണമല്ലോ. മുഴുവൻ സമയം കിച്ചണിനകത്ത് നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡിയാകാൻ വേണ്ടിയിട്ട് ഇത് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഒരല്പം മതി കേട്ടോ, കായല്ലേ ഇത് പെട്ടെന്ന് വെന്തോളും. അങ്ങനെ അതും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ വെള്ളം വെതറി കൊടുക്കാം. പിന്നെ കടുക് വറുത്തെടുക്കണം കേട്ടോ. അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ തോരന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉപ്പൊക്കെ ഞാനത് നോക്കിയിട്ടാണ് വെക്കുന്നത്.
അങ്ങനെ നമ്മുടെ തോരൻ കുക്കറിലായിട്ടുണ്ട്. ഒരു 2 വിസിലടിച്ചു. മീഡിയം ഫ്ലെയിമിലാട്ടോ അടിച്ചിരിക്കുന്നത്. അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് ശേഷം നമുക്ക് കടു വറക്കാനുള്ള കാര്യങ്ങളും കൂടെ, കൊച്ചുള്ളിയില്ലേ അതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം. ഇത്തിരി കറിവേപ്പില ഇത്ര ഉണ്ടെങ്കിൽ നമ്മുടെ കടു വറക്കുന്ന പരിപാടി അവിടെ തീരും. അങ്ങനെ കടു വറുത്തെടുത്ത് അടിപൊളി ഒരു തോരനാണ് ഇന്ന് ഉച്ചയ്ക്കെത്തേത്. പിന്നെ എന്താണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ തലേദിവസം തന്നെ നമ്മൾ വൈകുന്നേരം തന്നെ മോര് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുണ്ട്. പിന്നെ ഒരു മെഴുക്കുവരട്ടിയുണ്ട്. നൊയമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് വലിയ കാര്യമായ കറികളൊന്നും ഇല്ല, അച്ചാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇനിയും അത്യാവശ്യം വേണ്ട ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഇന്നത്തെ വീഡിയോ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ, ബാക്കിയൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അടിപൊളി, നല്ല കുഴഞ്ഞൊന്നും പോയിട്ടില്ല കണ്ടോ. കുക്കറിനകത്ത് നല്ല അടിപൊളി തോരനായിട്ട് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമ്മൾ കടു വറുക്കാൻ വേണ്ടി പോവാണേ. കടുവും കൂടെ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് കടു വറുത്തെടുക്കുന്നത്. കടുവും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തോരനാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ഇതും കൂടെയൊക്കെ കൂട്ടി ഒന്ന് ചോറിനണം, കുറച്ച് നേരം ഒന്ന് കിടക്കണം, എന്ന് വെച്ചാൽ അല്പനേരം. പിന്നെ 4 മണിക്കത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോകണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇതാണ്, ഉച്ചവരെയുള്ള എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ കേട്ടോ. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല നല്ല കമൻസ് കൂടി തന്നേക്കണം. അപ്പോൾ ഓക്കെ, ബൈ.